ഹായ് നമസ്കാരം. ഒരു ഭരണമാറ്റം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ? ജനങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ? ആ രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ? 5 വർഷം കഴിയുമ്പോഴും, അതായത് ഓരോ ടേം കഴിയുമ്പോഴും സർക്കാരുകൾ മാറി വരുന്നതാണ്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഡെമോക്രസി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളതിന് കുറേ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരമാണ്. ചാൻസ് ഫോർ കോഴ്സ് കറക്ഷൻ. ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥിരമായി ഭരണത്തിലിരിക്കുമ്പോൾ അവർക്ക് ഒരു പവർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ ഭയങ്കര സാധ്യതയാണ്. അതൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. എന്നാൽ ഒരു ടേം കഴിഞ്ഞാൽ അവർ പ്രതിപക്ഷത്തേക്ക് പോകും എന്നൊരു സാധ്യത വരികയാണെങ്കിൽ അവർക്ക് തങ്ങളുടെ തെറ്റുകൾ സെൽഫ് ഇവാലുവേഷനൊക്കെ ഒരു ചാൻസസ് കിട്ടുന്നത് പോലെയാണ്. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി അടുത്ത തവണ കൂടുതൽ പവർഫുള്ളായി തിരിച്ചു വരാനും സാധിക്കും. രണ്ടാമത്തത്, ജനങ്ങളെ പ്രേരിപ്പിക്കാനുള്ള ഒരു മത്സരം, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. അധികാരം എപ്പോഴും മാറി മറിയുമെന്ന് ചിന്ത ഉണ്ടെങ്കിൽ, ആ ഭയം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായിക്കോട്ടെ. മൂന്നാമത്തത്, ഒരു ഏകാധിപത്യത്തിലേക്കുള്ള ഒരു വഴിയാണ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. തുടർച്ചയായി 3-4 ടേമുകൾ ഒരേ സർക്കാർ തന്നെ ഭരിച്ചാൽ അവിടെ പതുക്കെ പതുക്കെ ജനാധിപത്യം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഡിക്റ്റേറ്റർഷിപ്പിലേക്കായിരിക്കും വഴി മാറുക. അധികാരം ഒരു കേന്ദ്രത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നത് ആ രാഷ്ട്രീയ പാർട്ടിക്കും പ്രതിപക്ഷത്തിനും അൾട്ടിമേറ്റ്ലി അവിടുത്തെ സാധാരണ മനുഷ്യർക്കും വലിയ രൂപത്തിലുള്ള ദോഷം ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. ഒരു ഗ്ലോബൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ US പോലെ ഒരു വികസിത രാജ്യത്ത് പോലും ഒരു പ്രസിഡന്റിന് പരമാവധി 2 ടേം, അതായത് 8 വർഷം മാത്രമാണ് ആൾക്ക് ഭരിക്കാൻ അനുവാദമുള്ളൂ. അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അധികാരം ഒരാൾ തന്നെ കേന്ദ്രീകരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഭരണഘടനയിൽ ഇത്തരത്തിലൊരു ഫിൽട്ടർ വെച്ചിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ അധികാരം എന്ന് പറയുന്ന ഒരു വെള്ളം പോലെയാണ്. അത് ഒരിടത്ത് കെട്ടിക്കിടന്ന എന്താ അവസ്ഥയെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ശുദ്ധജലമാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഭരണമാറ്റം എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തോൽവിയല്ല, മറിച്ച് ജനാധിപത്യം കൂടുതൽ സ്ട്രോങ് ആകാനുള്ള ഒരു ഹെൽത്തി ഒരു പ്രോസസ്സ് മാത്രമാണ്.